അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും പരസ്പരം ഇണകളായി ഭൂമിയിൽ പടച്ചത് അവരുടെ ജീവിതം കൊണ്ട് മനുഷ്യരാശി വിപുലപ്പെടാൻ വേണ്ടിയാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുന്നതിലൂടെ രണ്ട് സാഹചര്യങ്ങളിൽ രണ്ട് കുടുംബങ്ങളിൽ താമസിച്ചിരുന്ന രണ്ട് സ്വഭാവക്കാരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് പരസ്പരം ചേരുന്നത്. സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങളിൽ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതത്തിലും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വാരസ്യതകളും മുന്നോട്ടു പോകാനുള്ള മാർഗതടസ്സങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ സ്വാഭാവികമായി സംഭവിക്കുന്നത് ഉണ്ട്. അതിനു പുറമെ പൈശാചികമായ ഷർറുകളും വന്നു ചേരാറുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം, രണ്ട് ബന്ധങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആ ബന്ധത്തിലെ സന്തോഷം കണ്ട് അസൂയാലുക്കളിൽ നിന്നുണ്ടാകുന്ന ഷർറുകൾ ഉണ്ടാകാം. അത് കാരണമായി അവർ ഈ ബന്ധത്തിൽ വിള്ളലുകൾ ഏൽപ്പിക്കാൻ വേണ്ടി മാരകമായ വിധത്തിലുള്ള ആഭിചാരക്രിയകൾ ചെയ്യുന്നവരും ഉണ്ട്. മറ്റൊന്ന്, അസൂയാവഹമായ നോട്ടത്തിലൂടെ കണ്ണേറുകൾ ബാധിക്കാൻ ഏറെ കാരണമാണ്. പലരും പറയാറുണ്ട്, ഭർത്താവിന് മുൻപ് നല്ല സ്നേഹമുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. വീട്ടിൽ വരുമ്പോൾ, പുറത്ത് സുഹൃത്തുക്കളുമായൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ഭയങ്കര സന്തോഷവാനാണ്. പക്ഷെ വീട്ടിലേക്ക് വന്ന് കാലെടുത്ത് വെച്ചാൽ ദേഷ്യത്തോടെയുള്ള പെരുമാറ്റം, ഭാര്യയെ കാണുമ്പോൾ ദേഷ്യത്തോടെ കടിച്ചു കീറുന്ന സ്വഭാവം, മക്കളെ കാണുമ്പോൾ ഒരു സ്നേഹമില്ല. ഇത്തരത്തിൽ ധാരാളം പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന സ്ത്രീജനങ്ങളുണ്ട്. മേൽപ്പറഞ്ഞ കാരണങ്ങളായിരിക്കാം അതിൽ അധികവും. കണ്ണേറ് എന്ന് പറയുന്ന സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാളെ കൊല്ലാൻ അത് മതി എന്നാണ്. അതുപോലെ തന്നെയാണ് ആഭിചാരം, സിഹ്ർ എന്ന് പറയുന്ന മാരണ വിദ്യ. അത് ആ അസൂയാലുക്കളിൽ കുറച്ചുകൂടെ ഗ്രേഡ് കൂടിയവർ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങി ഈ ബന്ധം ശിഥിലമാക്കാൻ ശ്രമിക്കാറുണ്ട്. സിഹറിനെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി. ഒരു ഭാര്യ ഭർത്താവിനെ പരസ്പരം ഭിന്നിപ്പിക്കുക എന്ന കർമ്മം ഏറ്റവും പ്രധാനമായും സിഹറിൻ്റെ ഘടകമാണ്. അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളിലും വിള്ളലുകൾ ഏൽക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സമാധാന അന്തരീക്ഷത്തിലാക്കി തെരുമാറാകട്ടെ. ഭർത്താവിന് സ്നേഹം ഉണ്ടാവാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 786 പ്രാവശ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് അതിൽ ഓതി ഭാര്യ ഊതുക. ആ വെള്ളം ഭാര്യ കുടിക്കുന്നതോടൊപ്പം ഭർത്താവിനെയും കുടിപ്പിക്കുക. സാധാരണഗതിയിലുള്ള ചെറിയ ചെറിയ കണ്ണേറുകളും ഷർറുകളുമൊക്കെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിലൂടെ മാറിക്കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മുടെ കുടുംബജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.